ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുവൈത്തിലാണ്. അപ്പോൾ പുറത്തിറങ്ങിയാണ്. ചൂടാണ്, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട്. ചൂട് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂട് കേട്ടോ. അത്യാവശ്യം ഒരു എന്തെന്ന് പറയാ, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ചൂട്, അങ്ങനത്തെ ഒരു കാലാവസ്ഥ കേട്ടോ. ഇനി ഈത്തപ്പഴം നല്ല രീതിയിൽ തിക്കിൽ വന്നിട്ടുണ്ട്. അതായത് കൊല മൊത്തത്തിൽ ഈത്തപ്പഴമാണ്. പക്ഷെ ഇതിൽ ക്ലാരിറ്റി ഇല്ല സംഭവം. ഓക്കെ, മൊത്തം ഈത്തപ്പഴം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൊലകൊലായിട്ട് സംഭവം നൈസ് കേട്ടോ. ഏതായാലും ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയാണ്. സമയം 3 മണി. നല്ല ചൂട്, നല്ല കാറ്റുണ്ടെങ്കിലും സംഭവം നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ ചൂട് കാറ്റെന്ന് പറയില്ല, ആ ഒരു ഫീലാണ്. പിന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് ഞാൻ വിചാരിച്ച് തണുപ്പ് നമുക്ക് താങ്ങാൻ കഴിയില്ല, ചൂട് താങ്ങാൻ കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല. ചൂട് തുടങ്ങുന്നുള്ളൂ, പക്ഷേ താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചൂടൊന്ന് കുറഞ്ഞു കിടക്കണം കേട്ടോ. നമ്മൾ MC പോവാണ്. ഒരു ബർഗർ കിട്ടാൻ നോക്കണം. അപ്പോൾ അടിപൊളി ബർഗറാണ്. അപ്പോൾ നാട്ടിലുണ്ട് സംഭവം. അപ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബർഗർ അല്ലെങ്കിൽ ഒരു ഫുഡ് കോർണറാണ് MC. മുന്നിലേക്ക് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു വലിയൊരു കുറ്റി നിൽക്കുന്നുണ്ടോ MC. അതിന് നമ്മൾ വന്ന് എത്താറായി കേട്ടോ. MC ഡൊണാൾഡ്സിൽ എത്താറായി. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ബർഗേഴ്സാണ് മെയിൻ കേട്ടോ. വെറുതെ അടിപൊളിയായിട്ട് ബർഗേഴ്സ് കിട്ടും. നല്ല അടിപൊളിയായിട്ട് ചെടിയും കാര്യങ്ങൾ വെച്ച് സെറ്റാക്കി. ഇതിന് അത്യാവശ്യം നനക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈത്തപ്പഴം. പിന്നെ പൂവും കൊലയും കായകളൊക്കെ വന്നിട്ടുണ്ട് ഈത്തപ്പഴത്തിന്. അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സൈഡൊക്കെ നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടൊക്കെ. അതിന് മേലൊക്കെ മൊത്തത്തിൽ ഈത്തപ്പഴം കേട്ടോ. മൊത്തം കാഴ്ചകളൊക്കെ കൊലകൊലായിട്ട് കാഴ്ചയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. ഉള്ളിൽ കയറിയിട്ട് സംഭവം കാണിച്ചു തരാം. എന്തൊക്കെയുണ്ട് നോക്കട്ടെ. നമുക്ക് പറ്റുന്നതാണ് നമ്മൾ വേഗം എന്നിട്ട് സംഭവം കാണിച്ചു തരാം. നമ്മൾ MCന്ന് ബർഗറും വേങ്ങി പുറത്തിറങ്ങി. നമ്മൾ അവിടുന്ന് കഴിച്ചില്ല, നമ്മൾ പുറത്തിറങ്ങി ബീച്ചിലാണ് എത്തുമോ. ഇനി കാണുന്ന ബീച്ചാണ്. MCൻ്റെ കവറും ഉണ്ട്, സംഭവം വേങ്ങിയിട്ടുണ്ട്. ഇതിലുണ്ട് നമ്മളെ സാധനങ്ങൾ. നമ്മൾ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് കാണിച്ചു തരാം. അവിടെ ഇരിക്കുക. അപ്പോൾ അത് അവിടുന്ന് വേങ്ങി നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സാധനം നൈസാട്ടോ. നല്ലൊരു ഡ്രിങ്ക് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, നൈസ് സാധനമാണ്. അതാ അതിൻ്റെ ഇപ്പം ഉള്ളതാണ്. പൈസ തലയിൽ ഇപ്പോൾ ഇത് കിട്ടുള്ളൂ. പിന്നെ സാധനം കാണിച്ചു തരാം. അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലേ, ബില്ലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സാധനങ്ങളൊക്കെ അതിലുണ്ട്. ബർഗർ അതേക്ക് എടുക്കുന്നു. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് സാധനം കിട്ടിയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഓൾമോസ്റ്റ് ബർഗറെല്ലാം മേങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്. ബർഗർ ഇതോ നൈസ് സാധനം കേട്ടോ. ബർഗർ അടിപൊളി. ഏതായാലും സംഭവം ബർഗർ എടുത്ത് നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ പുറത്ത് വന്നു കേട്ടോ. നമുക്ക് പിന്നെ പുറത്ത് പോയി കഴിക്കണം എന്നുള്ളത് ഇഷ്ടമുണ്ടായതുകൊണ്ട് പിന്നെ ബീച്ച് എടുത്താണ്. അതുകൊണ്ട് നമ്മളിവിടെ വന്നതാണ്. നല്ല ഡ്രിങ്ക് ഉണ്ട്. സംഭവം മിറാണ്ട ഉണ്ടോ, മിറാണ്ടൻ്റെ ഒരു ഡ്രിങ്ക് വാങ്ങിയത്. പിന്നെ കൊക്കക്കോളൊക്കെ ഉണ്ട്. കൊക്കക്കോളൊക്കെ നമ്മൾ എതിരാണ് ഗൈസ്. അതത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട്, ഒന്നും നല്ലതല്ല, അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. ബർഗർ ഇതേ ചെറിയൊരു സ്പെഷ്യൽ സാധനമാണ്. ഓക്കെ, സർവത്തിനുണ്ടോ സാധനം. അടിപൊളി ബർഗറാണ്. സ്പെഷ്യലി എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഡോണൽസിൻ്റെ ഇവരെ സാധനമായതുകൊണ്ട് ഇവരെ സ്പെഷ്യൽ മസാലയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ വെജും മയോണീസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഒരു നോർമൽ ബർഗർ. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യലാണ്. അവരുടെ ഫുഡ് സ്പെഷ്യലാണല്ലോ. ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉന്മേഷം കിട്ടിയിട്ട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചാൽ നല്ല വെയിലല്ലേ, നേരെ കയറി ഫുഡ് കഴിക്കും. ഏതായാലും കഴിച്ച് കഴിയട്ടെ. ഏതായാലും കഴിച്ചു നോക്കട്ടോ. സംഭവം രസമുണ്ടേ. സംഭവം നോർമൽ, എനിക്ക് വലിയൊരു ഫീലൊന്നും കിട്ടില്ല. കാരണം നോർമൽ ബർഗർ നമ്മൾ വാങ്ങി. അവർ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല എമൗണ്ട് വരും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി സ്പെഷ്യൽ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര എമൗണ്ട് കൊടുക്കണം. നമുക്ക് പറ്റുന്ന വാങ്ങിയാൽ പോരെ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സാധനം വാങ്ങിയാണ്. സംഭവം നൈസാണ്. പ്രത്യേകിച്ച് വലിയ ഫ്ലേവറും കാര്യങ്ങളൊന്നും പറയാനില്ല. അതിനുള്ള സാധനമേ ഉള്ളൂ. കഴിക്കാൻ ബെറ്ററാണ്. കുറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിൽ പോകും. അപ്പോൾ അതെ ഈ കാണുന്ന എൻ്റെ ബാക്കിലും മുന്നിലായിട്ടും കാണാൻ പോകുന്ന സ്ഥലം ഇത് കണ്ട് നമ്മളൊരു നടപ്പാത ഉണ്ടാക്കി വെച്ച പോലെ ഇല്ലേ,
പക്ഷെ ഇതിനപ്പുറം കാണുന്നത് ഇവിടുത്തെ കുവൈറ്റീസിൻ്റെ വീടുകളാട്ടോ. നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റില്ല, ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുക്കാനുള്ള അനുവാദമില്ല. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അകത്ത് പോകേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഗേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊന്നും കാണിക്കുന്നില്ല. ഇതേ ഗായ്സ് ബാക്കിൽ നോക്കിയാൽ നല്ല അടിപൊളി ഒരു ബിൽഡിംഗ് കേട്ടോ. ഓക്കെ, ഓ സീന് സാധനം കേട്ടോ. ബിൽഡിംഗ് നോക്കിയാൽ അടിപൊളി, മൊത്തം ബിൽഡിങ്സാണ്. അടിപൊളി ഒരു ബിൽഡിംഗ് കേട്ടോ. ചൈനീസ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ എന്തോ ഉണ്ട്, ചൈനീസിൽ എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ, അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ളൊരു സാധനം. നമ്മൾ ലീവുള്ളന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള അറിയുള്ളൂ. വെയിലുണ്ട് മറ്റു കാര്യങ്ങളുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇറങ്ങിയാൽ നടന്നാലേ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം പോകുന്നിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനും ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ ലീവ് ഉണ്ടാകുമ്പോൾ മാക്സിമം നമ്മളിങ്ങനെ ഇറങ്ങും. ഇനി അങ്ങോട്ട് ചൂട് കൂടുകയാണ്, എന്തൊക്കെയാണ് അവസ്ഥ എന്നറിയില്ല, എന്നാലും മാക്സിമം നമ്മൾ ഇറങ്ങും. അതുപോലെ റീസൈക്കിൾ ബോട്ടിലാണ്, പ്ലാസ്റ്റിക് ബോട്ടിലാണ്, UK എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതാണെങ്കിലും സംഭവം നൈസാട്ടോ. വെള്ളം അടിപൊളിയായിരുന്നു. വേറൊരു നോർമൽ വെള്ളം കുടിക്കുന്ന പോലെയല്ല, വേറെ തന്നെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയായാലും 500 ബിൽസ് കൊടുത്ത് വാങ്ങിയല്ലേ, പിന്നെ അത്യാവശ്യം നമ്മളൊരു സ്വപ്നമായിരുന്നു. ഏതായാലും നമ്മൾ കയറി, ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കയറിയതിന് ശേഷം ഞാൻ അറിഞ്ഞത് സ്റ്റാർബക്സ് ആണെന്ന്. അപ്പോൾ കയറി നമ്മൾ വാങ്ങിച്ചു. ഇത് നമ്മൾ റീലിൽ കണ്ട പോലെ ഇത് ഞങ്ങൾ എന്നും സൂക്ഷിക്കും, ഇത് ഞങ്ങളുടെ കയ്യിലുണ്ടാവും, ഒഴിവാക്കത്തില്ല. അത്യാവശ്യം എമൗണ്ട് കൊടുത്ത് വാങ്ങിയല്ലേ, അപ്പോൾ കവർ പോലെ ഒഴിവാക്കത്തില്ല കേട്ടോ, ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഇനി ബില്ല് കാണിച്ചില്ല എന്ന് വേണ്ട, സംഭവം ഫിൻഡാസ് പാർക്ക് കേട്ടോ. ഈ ഒരു പാർക്കിൻ്റെ പേരാണ് ഫിൻഡാസ് പാർക്ക്. കുഴപ്പമൊന്നുമില്ല, ജോബിങ്ങിനാണ് കൂടുതൽ പേരോട് യൂസ് ചെയ്യുന്നത്. കുറേ പേര് ഇങ്ങനെ മണ്ടൊന്ന് നടക്കുന്നതൊക്കെ കാണാം. പിന്നെ ഫിൻഡാസ് പാർക്ക്, സ്റ്റാർബക്സ്, കോഫി, എമൗണ്ട് ഇതൊക്കെ ഇവിടുത്തെ 1.5 KD. ഏതായാലും അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ വന്നുകൊണ്ടാണ് സത്യത്തിൽ ഇതിലൊക്കെ കയറി കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമാണ്. നാട്ടിലാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കയറിയില്ലായിരുന്നു. വേറെ ഏതൊക്കെ ഗ്രൂപ്പും കാര്യങ്ങളും പേരൊക്കെ ഉണ്ട് ജില്ലയിൽ. ഏതായാലും നമ്മൾ കുടിച്ച് അങ്ങനെ സ്വപ്നം നേടിയെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ സമയം ഒരുപാട് പോയി. കുറേ നേരം നമ്മൾ ബീച്ചിൽ വന്ന് ബീച്ചിലൊക്കെ ഇടുന്നിട്ടോ. പാർക്കിലൊക്കെ പോയി ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി, ചൂടല്ലേ അപ്പോൾ ഒന്ന് ബീച്ചിലൊക്കെ ഇറങ്ങി ഫ്രഷായി. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുളി പോലെ തന്നെ കേട്ടോ സംഭവമൊക്കെ. ബീച്ചിലിറങ്ങി കാലും കയ്യൊക്കെ നനച്ച് കയറി കുറേ നേരം നമ്മൾ പാർക്കിലേക്ക് ഇടുന്ന് ഇപ്പോൾ റിട്ടേൺ പോവുകയാണ്. ബാക്കിലതാ ഇവിടുത്തെ കുവൈത്ത് മാജിക് മാളാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. പുതുതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ പറ്റി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.